മസ്റ്റ് വാച്ച് തമിഴ് സിനിമകൾ പാർട്ട് 9. ഒന്നാമത്തെ സിനിമ. ഈ സിനിമ കാണാത്ത തമിഴ് സിനിമ ആരാധകർ കുറവായിരിക്കും. 2007 ഇറങ്ങിയ റൊമാൻറ്റിക് ഡ്രാമ ഫീൽ ഗുഡ് മൂവിയായ മൊഴി. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രാധാമോഹൻ, അഭിനയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ്, പ്രകാശ് രാജ്, ജ്യോതിക. സിനിമ ഒരു നായകൻ, മ്യൂസിഷ്യനായ നായകന് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു. അതിനുശേഷമാണ് അറിയുന്നത് ഈ പെൺകുട്ടിക്ക് സംസാരശേഷിയില്ല, അവൾക്ക് ചെവിയും കേൾക്കില്ല. മ്യൂസിക് എന്താണെന്ന് പോലും അറിയാത്ത നായികയും മ്യൂസിക്കിൻ്റെ ലോകത്ത് ജീവിക്കുന്ന നായകനും തമ്മിലുള്ള പ്രണയവും ഒക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. നല്ല കോമഡികളൊക്കെ ഉള്ളൊരു സിനിമയാണ്. ഇത് കാണാത്തവർ കുറവായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. രണ്ടാമത്തെ സിനിമ. ഈ സിനിമ കാണാത്ത ത്രില്ലർ ആരാധകർ കുറവായിരിക്കും. 2016 ഇറങ്ങിയ ധ്രുവങ്ങൾ 16. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കാർത്തിക് നരൈൻ, അഭിനയിച്ചിരിക്കുന്നത് റഹ്മാൻ. ഒരു സൂപ്പർ ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. തമിഴ് സിനിമയുടെ തലവര മാറ്റിയൊരു ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. സിനിമ മർഡറിനെ ബേസ് ചെയ്താണ് പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു മുഖംമൂടി വെച്ച് ആൾ ഒരു വീട്ടിലേക്ക് കയറി പോകുന്നു. അവിടെ നടക്കുന്നൊരു മർഡറൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം റഹ്മാൻ്റെ ക്യാരക്ടർ ഒരു പോലീസുകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു പയ്യൻ ഇയാളോട് ചോദിക്കുന്നു. പയ്യനല്ല, ഒരു ചെറുപ്പക്കാരൻ ചെന്ന് ഇയാളോട് പല കാര്യങ്ങളും, ഒരു കേസിനെ പറ്റി ചോദിക്കുന്നു. അതിനെയൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. തമിഴ് സിനിമയുടെ തലവര മാറ്റിയ ഒരു ത്രില്ലർ മൂവി എന്ന് തന്നെ പറയാം. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മൂന്നാമത്തെ സിനിമ തമിഴിലെ ഒരു അണ്ടർ റേറ്റഡ് കോമഡി ത്രില്ലർ മൂവിയാണ്. സിനിമയുടെ പേര് മൂടർകൂടം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നവീൻ. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് 4 ചെറുപ്പക്കാർ ഒരു വീട് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. ഞാൻ ഈ സിനിമ ആദ്യം കാണുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ലായിരുന്നു. കാരണം എനിക്കിതിൻ്റെ കൺസെപ്റ്റ്, ഇവരുടെ അഭിനയമൊക്കെ കണ്ടിട്ട് ഇവരെന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു സ്പൂഫ് മൂവി, അല്ലെങ്കിൽ സ്പൂഫല്ല, ഒരു കോമഡി രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം കണ്ടപ്പോഴാണ് ഞാൻ ആ ഒരു രീതിയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കോമഡി മൂവി എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കുക.